സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ് മോഷണ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ മാതാവിനിയുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പോലീസ് പിടിച്ചെടുക്കുന്നത്. തങ്കമണി പഴയച്ചുറ ജോസിന്റെ ഭാര്യ ബിൻസി ജോസഫിനിയുമായാണ് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ MP എബിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് തുടരുന്നത്. വിശദാംശങ്ങളുമായി ബിജു ചേരുന്നു. ബിജു, ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? ഇതിനെ തങ്കമണി പോലീസാണ് തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 10:30 ആരംഭിച്ച തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. തങ്കമണിയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ബിൻസി ജോസഫ് മോഷ്ടിച്ച് പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ തങ്കമണിയിലെ ധനചക്ര എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. അവിടെ 2,86,000 രൂപയുടെ പണയമാണ് ബിൻസി പണയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും മരുമകൾ സന്ധ്യയുടെ ഒരു വള മാത്രമാണ് പോലീസ് കണ്ടെടുത്തത്. മകളുടെ സ്വർണം തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് രണ്ട് കേസായിട്ടാണ് കോടതിയും പോലീസും പരിഗണിക്കുന്നത്. അപ്പോൾ ആദ്യം മകൾ, അതായത് മകന്റെ ഭാര്യ, സൈനികനായ മകൻ അഭിജിത്തിന്റെ ഭാര്യ, അഭിജിത്തിന്റെയും ഭാര്യയുടെയും പരാതിയിലുള്ള സ്വർണ്ണമാണ് റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത് നെസ്റ്റാർ എന്ന ധനകാര്യ സ്ഥാപനത്തിലും അതിനുശേഷം കാറ്റപ്പള്ളി ഫൈനാൻസ് തങ്കമണി, അതുപോലെ തന്നെ തങ്കമണി കേരള ബാങ്കിന്റെ ശാഖ എന്നിവിടങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ധനചക്രയിലും നെസ്റ്റാറിലും കാറ്റപ്പള്ളി ഫൈനാൻസിൽ നിന്നുമുള്ള സ്വർണ്ണ ഉരുപ്പടികൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു കേരള ബാങ്കിന്റെ ശാഖയിലേക്കാണ് തെളിവെടുപ്പ് നീങ്ങുന്നത്. എന്നാൽ ബിൻസി ഇത്രയും ദിവസം ജയിലിൽ കിടന്നപ്പോഴും പോലീസിൽ ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടി. ബിൻസി ഒളിവിൽ താമസിച്ച മൂവാറ്റുപുഴയിലെ കൂട്ടുപ്രതിയായ അംബികയുടെ വീട്ടിലും പരിസരങ്ങളിലുമാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് രാവിലെയാണ് തങ്കമണിയിൽ എത്തിച്ച ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികൾ റിക്കവർ ചെയ്യുന്നത്. എന്നാൽ ഈ സമയം ഇത്രയും നേരമായിട്ട് ഈ പണം എന്തിനു വിനിയോഗിച്ചു എന്ന ബിൻസി ഇതുവരെയും പോലീസിനോട് സമ്മതിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പണം പൂർണ്ണമായും ആഭിചാര ക്രിയകൾക്കായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പോലീസ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണം റിക്കവർ ചെയ്താൽ ഉടൻ തന്നെ ആ രീതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങും. മൂവാറ്റുപുഴയിൽ ഒളിവിൽ താമസിച്ച ബിൻസി വണ്ടിപ്പെരിയാറിൽ ആഭിചാര ക്രിയകൾക്കായി എത്തുന്നു എന്ന അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വഴിക്ക് അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. ഇന്നലെയാണ് പോലീസിൽ ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയത്. അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനിക്കാടിന് സമീപം എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഒളിവിൽ താമസിച്ച ഒളിവ് കേന്ദ്രങ്ങളൊക്കെ കണ്ടെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ സ്വർണ്ണം റിക്കവർ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഈ നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ആഭിചാര ക്രിയകളുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് ആണ് പോയത് എന്നുള്ളതുകൊണ്ട് ആ വഴിക്കും അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കും. എന്താണെങ്കിലും ആദ്യം ബിൻസിയുമായിട്ടാണ്, ഇതിനുശേഷം അംബികയുമായിട്ടുള്ള തെളിവെടുപ്പും നടത്തുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ MP എബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.